മതേതരത്വത്തിന്റെ വേദനയാണ് വഖഫ് ഭേദഗതി നിയമമെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 9472 44659 89218 37847. സങ്കടപ്പെടുന്ന മതേതര ഭാരതത്തിന്റെ വേദനയാണ് വഖഫ് ഭേദഗതി നിയമമെന്നും കോടികൾ വിലയുള്ള വഖഫ് സ്വത്തുക്കൾ സ്വന്തമാക്കാനുള്ള കുതന്ത്രമാണ് ഇതിന്റെ പിന്നിലെന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. അഞ്ചലിൽ കിഴക്കൻ മേഖല മഹല്ല് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മഹാറാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്ര ക്രൂരമായ ഒരു നിയമമാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ ചരിത്രത്തിലുണ്ടായി. ട്രിക്കോറിയൻ ലെജിസ്ലേഷൻ ഒക്കെ നമ്മൾ വിളിക്കാറ് ഇതിനൊക്കെ ചെറിയ കാര്യമില്ല. ഇതുപോലെ ഒരു പ്രത്യേക പക്ഷത്തെ നോക്കി ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ള ഈ സംഗതി ആരും വിചാരിക്കേണ്ട ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന്. ഈ പരീക്ഷണത്തിൽ അവർ പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ സാംസ്കാരികമായ വൈവിധ്യത്തോടുകൂടി ജീവിക്കുന്ന ഒട്ടനവധി ജനങ്ങളിലേക്ക്, മതങ്ങളിലേക്ക്, ജാതിയിലേക്ക്, വംശങ്ങളിലേക്ക് അത് പടർന്നു കയറുവാനും ഇവരാഗ്രഹിക്കുന്ന സിദ്ധാന്തത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനും അത് വഴിയൊന്നും അതിനെ തടയുന്നതാണ് ഈ പ്രകടനങ്ങളൊക്കെ. ഞാൻ ആലോചിക്കാറുണ്ട്, ഒരു നിയമം ഉണ്ടാക്കുന്നത് എത്ര വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ്. ഒന്നാമത് ചിന്തിക്കേണ്ട കാര്യം, ഒരു നിയമത്തിന്റെ തത്വം എന്ന് പറഞ്ഞാൽ ഈ നിയമം ആവശ്യമാണോ അല്ലേ? എല്ലാവർക്കും അറിയാം, ഈ നിയമം കൊണ്ട് ഈ നാട്ടിലെ വിവിധ ജനവിഭാഗങ്ങളെ കഷ്ടപ്പെടുത്തുകയും അവര് ആത്മാവിന്റെ ഒരു സംഗതി എന്ന നിലയിൽ തങ്ങളുടെ ഈ ലോകത്തെ ജീവിതത്തിൽ എന്ത് സമ്പാദ്യമുണ്ടായിരുന്നാലും നാളെ പരലോക ജീവിതത്തിലേക്ക് ഒരു മുതൽക്കൂട്ടുണ്ടാക്കണമെന്ന് വിചാരിച്ച് കൊടുത്തിട്ടുള്ള വഖഫ് ഒറ്റ അടിക്ക് മാന്തിയെടുത്ത്, അവർ കരൾ മാന്തിയെടുക്കുന്നത് പോലെ മാന്തിയെടുത്ത് അവരെ തെരുവ് നടക്കുന്ന വിധത്തിൽ ഒറ്റ അടിക്ക് കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള ഈ സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ വേണ്ടിയുള്ള കുടിലമായ ബുദ്ധിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. വഖഫ് സ്വത്തുകളിൽ മാത്രം കേന്ദ്ര സർക്കാർ കണ്ണുവെക്കുന്നതിന്റെ ഔചിത്യം എന്താണെന്നും ക്ഷേത്ര സ്വത്തുകളിലോ ചർച്ച് സ്വത്തുകളിലോ ഇത്തരം നടപടികൾ എടുക്കാത്തതെന്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വാഗത സംഘം ചെയർമാൻ അഞ്ചൽ ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഏരൂർ ഷംസുദ്ദീൻ മദനി ആമുഖ പ്രഭാഷണവും കേരള പാന്തേഴ്സ് പ്രിസീഡിയം മെമ്പർ കെ അംബുജാക്ഷൻ മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികളായ ജ്യോതികുമാർ ചാമക്കാല, സുൽഫിക്കർ സലാം, എസ് ജയമോഹനൻ, തോയ്ത്തല മോഹനൻ, ലിജു ജമാൽ, ശിഹാബുദ്ദീൻ കാര്യത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെറിൻ അഞ്ചൽ, സലീം മൂലയിൽ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ അനസ് ബാബു സ്വാഗതവും അസ്ലം സലാഹുദ്ദീൻ നന്ദിയും പറഞ്ഞു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി കൈതാടി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മഹാറാലിയിൽ 40 മഹല്ലുകളിൽ നിന്നായി നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ അഞ്ചൽ. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 9472 44659 89218 37847.